ഇനിയിപ്പോൾ എനിക്കൊരു വഴിയേ ഉള്ളൂ. കാരണം തൽക്കാലം ഇത് അടച്ചിടുക. 25 ലക്ഷം രൂപ, ലക്ഷത്തിനൊരു വില. എന്തോ ഉദ്ദേശത്തിലാണ് പുള്ളി ചോദിച്ച പുള്ളി? മൊത്തം ഇപ്പോൾ 5 കോടി രൂപയോളം നമ്മൾ മുടക്കി. 98 പരാതി. ഒരു പ്രവാസിക്ക് ഇവിടെ ഒരു പരിപാടി തുടങ്ങാനുള്ള അവസ്ഥ കൊടുക്കത്തില്ല. 18 വർഷത്തോളം നമ്മൾ അത്രയും അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷ് കൊണ്ടാണ് നമ്മളിവിടെ 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഈ ഒരു പ്രസ്ഥാനം ഇവിടെ എന്ത് കാരണത്താലാണ് പുള്ളി അതിന് പിന്നെ തടയിടുന്നതെന്ന് അറിയത്തില്ല. കൈക്കൂലി കൊടുത്തിട്ട് നമ്മൾ ഈ പമ്പ് തുറക്കുന്നില്ല. 75% വർക്ക് കംപ്ലീറ്റഡാണ്. അപ്പോൾ ഈ സ്ട്രക്ചർ കഴിഞ്ഞു, നമ്മുടെ സർവീസ് ബ്ലോക്ക് കഴിഞ്ഞു, ബാത്റൂം ബ്ലോക്ക് കഴിഞ്ഞു. ഇനിയും കുറച്ച് ലാൻഡ്സ്കേപ്പിങ്ങും കുറച്ച് ഇലക്ട്രിക് വർക്കും അങ്ങനെയുള്ള വർക്കുകൾ മാത്രം. മൊത്തം ഇപ്പോൾ 5 കോടി രൂപയോളം നമ്മൾ മുടക്കി. 5 കോടിയോളം മുടക്കിയിട്ടാണ് നമുക്ക് നിരന്തരമായ ഇദ്ദേഹത്തിൻ്റെ ശല്യം കാരണം നമുക്ക് ഇത് അടച്ചിടേണ്ട ഗതികേട് വന്നു. നമ്മളൊരു പ്രവാസിയായിട്ട് 18 വർഷത്തോളമായി. 18 വർഷത്തോളം നമ്മൾ അത്രയും അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷ് കൊണ്ടാണ് നമ്മളിവിടെ ഒന്ന് ഡെവലപ്പ് ആക്കുന്നത്. അതായത് നമ്മുടെ നാട് വികസിക്കണം. അതുകൊണ്ടാണ് എൻ്റെ സ്വന്തം നാട്ടിൽ നമ്മുടെ തൊട്ടടുത്ത് ഒരു പമ്പ് ഓപ്പൺ ആക്കാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ നാട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തി, അതും പുള്ളി റിട്ടയർഡ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ്. പുള്ളിക്ക് പല കേസുകളിലും പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന് ഇപ്പം ഈ പെൻഷൻ ക്യാഷ് പോലും കിട്ടാത്ത വ്യക്തി എന്ന് പറയുമ്പോൾ എങ്ങനത്തെ ഒരു മാന്യ വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ നമ്മൾ ഈ പമ്പ് തുടങ്ങുന്നതിന് മുന്നേ ഈ കംപ്ലീറ്റ് ചുറ്റുവട്ടത്തുള്ള എല്ലാ വീട്ടുകാരോടും നമ്മൾ അന്വേഷിച്ചാണ് നമ്മളൊരു പമ്പ് തുടങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കാര്യങ്ങളുണ്ടോ. അപ്പോൾ അവരെല്ലാവരും നമ്മളോട് പറഞ്ഞിരുന്നത് നമ്മുടെ അടുത്ത് പമ്പ് വരുന്നത് നമുക്ക് സന്തോഷമേ ഉള്ളൂ, നമുക്കാണേലും നമ്മൾക്കൊരു ലാൻഡ്മാർക്ക് മാറുകയാണ്. ഇദ്ദേഹവും അതുതന്നെയാണ് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങിക്കോ, എല്ലാ പിന്തുണയും ഉണ്ട്. അതായത് അപ്പോൾ നമ്മൾ അതിന് ശേഷമാണ് ഒരു 10 അതോറിറ്റിയുടെ നിന്ന് ഇതിൻ്റെ NOCയും കാര്യങ്ങളും എല്ലാം കിട്ടി. അപ്പോൾ അതെല്ലാം കിട്ടിയതിന് ശേഷമേ ഒരു പമ്പ് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അതുമാത്രമല്ല, റിലയൻസിനെ പോലുള്ളൊരു പമ്പാണ് ഇവിടെ. ഇപ്പോൾ റിലയൻസ് പമ്പ് തുടങ്ങണേ നമ്മളുമായിട്ട് എഗ്രിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ടേ അവർ സൈൻ ചെയ്തിട്ടുള്ളൂ കോൺട്രാക്റ്റ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് ഇദ്ദേഹത്തിൻ്റെ പ്ലാൻ മാറി. അപ്പോൾ ഇദ്ദേഹം അന്നേരം പുള്ളിയുടെ രീതി അങ്ങ് മാറിയിട്ട് ഓരോ കംപ്ലയിൻ്റായിട്ട് തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് കംപ്ലയിൻറ്റ് നാട്ടുകാരെ നിന്നൊക്കെ ഒപ്പിടിപ്പിച്ചു. അപ്പോൾ ഒപ്പിടിപ്പിച്ച് ചിലവർ ഒപ്പിടാതെ തന്നെ പുള്ളി തന്നെ ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഇദ്ദേഹം കംപ്ലയിൻ്റ് ആദ്യം കൊടുത്തത് കിണറ്റിനകത്തിൽ പെട്രോളും ഡീസലും വരുമെന്ന് ഈ ചുറ്റുവട്ടത്തെല്ലാം. അപ്പോൾ അതൊന്നും ഒരു വിദ്യാഭ്യാസമുള്ളവൻ ഒരിക്കലും അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരിടത്തും ഒരു പെട്രോൾ പമ്പോ കാര്യങ്ങളോ വരത്തില്ലല്ലോ. അപ്പോൾ അതിനുശേഷം പുള്ളി കൊടുത്തത് അവിടെ ഇപ്പുറത്തെ ബാക്കിൽ കുളമുണ്ട്, തോടുണ്ട്, അങ്ങനെ നിരന്തരം. അപ്പോൾ ഒരു പരാതി പോകുന്നത് ഒരു പഞ്ചായത്തിൽ കൊടുക്കുമ്പം പഞ്ചായത്ത് ഇന്ന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ അടുത്ത വില്ലേജിൽ കൊടുക്കും, താലൂക്കിൽ കൊടുക്കും, കളക്ടറേറ്റിൽ കൊടുക്കും, വിജിലൻസിൽ കൊടുക്കും, മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇങ്ങനെ അങ്ങ് കൊടുത്തുകൊണ്ട് ഓരോ പരാതി വരുമ്പോൾ നമുക്കൊരു മാസത്തെ നമുക്ക് പണി ബുദ്ധിമുട്ടായിട്ട് വരിക. അപ്പോൾ ഇവർ വരുന്ന ഉദ്യോഗസ്ഥർ വന്ന് അളക്കുന്നു, വീണ്ടും അളക്കുന്നു, ഈ വന്നവർ തന്നെ വീണ്ടും അളക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ ജോലിയാണ്. അവർക്കൊരു പരാതി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 പേര് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ 10 പ്രാവശ്യം വന്ന് അളക്കും. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ മാനസികമായിട്ട് തളർന്നു. കാരണം നമ്മൾ ഇത്രയും 10 അതോറിറ്റി പെർമിഷൻ തരുമ്പം ഈ 10 അതോറിറ്റിയും വന്ന് ചെക്ക് ചെയ്ത് എല്ലാം അളന്ന് തിട്ടപ്പെടുത്തിയിട്ടാണ് എല്ലാം തരുന്നത്. അല്ലെങ്കിൽ അവർ പെർമിഷൻ തരത്തില്ലല്ലോ. പിന്നെ ഈ അതോറിറ്റീസിനെ എന്തിനാണ് വെക്കുന്നത്? ഈ നാട്ടുകാരനെ 98 പരാതി. ഈ അക്ഷയ നമ്മുടെ കലഞ്ഞൂർ അക്ഷയ തിരക്കി അറിയാം, ഇദ്ദേഹത്തിൻ്റെ 98 പരാതികൾ പോയിട്ടുണ്ട്. അപ്പോൾ ഈ 90 ഒരാൾ ഈ ഒറ്റ വ്യക്തി മാത്രം 98, വേറെ ആരും കംപ്ലൈൻ്റ് ആയിട്ടില്ല. ഇവിടെ ഒരു രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോ അവരാരും ഇതുവരെ നമുക്ക് എതിരായിട്ടോ നമുക്ക് സപ്പോർട്ടേ ഉള്ളൂ. അവരെല്ലാവരും ഒരു ഒരു സ്ഥാപനം വരുമ്പോൾ അവർക്ക് കുറച്ച് ആൾക്കാർ ഒരു 10 പേർക്ക് ജോലി കൊടുക്കാനെ കൊണ്ട് എന്നെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷം. അപ്പം ഈ പുള്ളിയെയും കൊണ്ട് നാടിന് ഗുണമില്ലേലും ബാക്കിയുള്ളവർ ഉപദ്രവിക്കാതിരുന്നാൽ മതി. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് നമുക്ക് ആദ്യമേ അറിയത്തില്ലായിരുന്നു. അദ്ദേഹം അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ബ്രദർ പോയി ചോദിച്ചപ്പോഴാണ് പറയുന്നത്, നമ്മുടെ വോയിസ് റെക്കോർഡുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വെച്ച് നമ്മൾ ചോദിച്ചപ്പോഴാണ് പുള്ളിയുടെ ഡിമാൻഡ് അറിയുന്നത്. പുള്ളിക്ക് ഇവിടുന്ന് ഒരു 3 സെൻറ്റ് വസ്തു നമ്മൾ കൊടുക്കണം. അപ്പോൾ 3 സെൻറ്റ് വസ്തു പുള്ളിക്ക് വീടിന് മുറ്റമില്ലെന്ന്. അപ്പോൾ വീടിന് മുറ്റമില്ലാത്തതിന് നമ്മുടെ വസ്തുവിന് 3 സെൻറ്റ് വസ്തു ഫ്രീ ആയിട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കൂ. അത് നിരസിച്ചപ്പോഴാണ് പുള്ളിയുടെ അടുത്ത ഡിമാൻഡ് 25 ലക്ഷം രൂപ കൊടുക്കണം. അപ്പോൾ 25 ലക്ഷം രൂപയിൽ നമ്മളങ്ങനെ കൈക്കൂലി കൊടുത്തിട്ട് നമുക്ക് പമ്പ് മുന്നോട്ട് കൊണ്ടുപോകാനെ കൊണ്ട് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു പുള്ളി നിരന്തരം ഇനിയിപ്പം ശല്യപ്പെടുത്തുക, എവിടെ പുള്ളിക്ക് അറിയാൻ ഓരോ ഊരാക്കുടുക്കുകൾ. അപ്പം എങ്ങനെയും കുരുക്കാനെ കൊണ്ടുള്ളത് നടത്തും. അപ്പം നമുക്ക് ഇപ്പോൾ വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംരക്ഷണം. അതായത്
നമ്മളിത് പമ്പ് ഇനിയിപ്പം ഒരു 2 കോടി മേൽ ഇനിയും മുടക്കണം ഇത് പൂർത്തിയാവണേ. അപ്പോൾ ഇത്രയും മുടക്കിയിട്ട് നാളെ ഇത് പൂട്ടാനുള്ള പുള്ളിക്ക് എന്തെങ്കിലും കുരുക്കുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇതുവരെ നമുക്കൊരു സ്റ്റോപ്പ് നോട്ടീസോ ആരുടെ ഭാഗത്തും ഒന്നും വന്നിട്ടില്ല. പക്ഷെ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മളൊരു പ്രവാസി ആയതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. നാട്ടുകാരും ശത്രുവല്ല. നാട്ടുകാരാണ്ട് ഇവിടെ കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പോൾ ഇവരോട് തന്നെ നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കിയോ? അപ്പോൾ ആഗ്രഹമാണ് നാട്ടുകാർക്കെല്ലാം. പിന്നെ പുള്ളി ഇവിടുത്തെ ഒരു പ്രശ്നക്കാരൻ തന്നെയാണ്. എല്ലാ പ്രശ്നത്തിനും പുള്ളി ഇടപെടുന്നുണ്ട്. ഹോട്ടലുകാരൻ ഒരു 10,000 രൂപയുടെ ഒളിപ്പിച്ച് കൊടുത്തു. ഗൾഫിൽ പോയി പുള്ളി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കളയിപ്പിക്കുക. ഒരു പ്രവാസിക്ക് ഇവിടെ ഒരു പരിപാടി തുടങ്ങാനുള്ള അവസ്ഥ കൊടുക്കത്തില്ല. ഞങ്ങളെന്തിനും തയ്യാറാണ്. പുള്ളി ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ റോഡ് ഇപ്പോൾ ആണെങ്കിൽ വികസിച്ചു, ഇവിടെ വാഹനങ്ങൾ പെരുകി. 25 ലക്ഷം രൂപ, ലക്ഷത്തിനൊരു വില. എന്തോ ഉദ്ദേശത്തിലാണ് പുള്ളി ചോദിച്ചാൽ പുള്ളിയുടെ വസ്തുവും കണ്ടുകൂടെ കിടക്കുന്നു. ഇത് നാട്ടുകാരല്ല, ഇത് കാണണം. ഇത് കണ്ടിട്ട് ഇദ്ദേഹം നമ്മളെല്ലാവരും പോയി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് 10 പൈസ ഉണ്ടാക്കി നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ മിക്കവാറും എല്ലായിടത്തും. ഒരു വ്യക്തി, ഒരു പ്രവാസി അല്ലെങ്കിൽ മറ്റൊരാൾ ഒരു പരിപാടി നടത്താൻ ഇവർ സമ്മതിക്കുന്നില്ല കുറേ ആൾക്കാർ. അതേപോലെ തന്നെ ഈ നാട്ടുകാർ മൊത്തം ഈ ഒരു വ്യക്തി ഒഴിച്ച് ബാക്കി എല്ലാവരും ഇതിനകത്ത് ഒറ്റക്കെട്ട പമ്പ് വരണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അഭിപ്രായം. ഈ റോഡ് വികസിച്ചു, ഇനി മണ്ഡലകാലം വരുവാണ്. മണ്ഡലകാലം വരുന്നുള്ള ഈ റോഡ് ഭയങ്കര റഷായിരിക്കും. റഷാകുമ്പോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടെങ്കിൽ ഇവിടെ നിർത്തുന്നുള്ള ഇവിടെ 10 കടയൊക്കെ വരും, അവർക്ക് പ്രയോജനം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെ നമ്മളാണെങ്കിൽ ശക്തമായിട്ട് എതിർക്കുന്നു. ഈ വ്യക്തി ഇത് കാണിക്കാൻ പാടില്ല. നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ മുൻപോട്ട് പോകും ഇതിന്. അതാ അതെ, സ്ഥിര ജോലിയല്ലേ. ഒരു 10 കോടികൾ മുടക്കി കഴിഞ്ഞപ്പോൾ പകുതി അടച്ചു വെച്ച് നിർത്തി പോകാനൊക്കത്തില്ല ഈ ഒരു വ്യക്തി കാരണം. പ്രവാസി വന്ന് പൈസ മുടക്കി ഏകദേശം പണിയൊക്കെ കംപ്ലീറ്റ് പൂർത്തിയാകാൻ തുടങ്ങുവാണ്. അന്നേരമാണ് ഈ ഇടയ്ക്ക് കൊണ്ടുവന്ന് ഇളങ്കോലിട്ടിട്ട് അത് പുള്ളിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങും എത്താത്തൊരു രീതിയിലായി. പൂർത്തീകരിക്കാൻ പറ്റുമോ അതുമില്ല, പൂർത്തീകരിക്കാതിരിക്കാൻ പറ്റുമോ അതുമില്ല. അങ്ങനെ വന്ന് 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഈ ഒരു പ്രസ്ഥാനം ഇവിടെ എന്ത് കാരണത്താൽ ആ പുള്ളി അതിന് തടയിടുന്നതെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഒരു വ്യക്തിയാണ് ഒരു പ്രസ്ഥാനം മൊത്തം സ്റ്റോപ്പ് ചെയ്യുന്നത്. അതൊന്നും ശരിയായ ഒരു നടപടിക്രമങ്ങളല്ല. ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും ഇതിനുള്ള മേൽനടപടി സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വർക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥരാണെങ്കിൽ അതിന് വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കണം. ഇനിയിപ്പോൾ എനിക്കൊരു വഴിയേ ഉള്ളൂ. കാരണം തൽക്കാലം ഇത് അടച്ചിടുക. ഇനി ഇവിടെ പൊതുജനങ്ങളോ ആരെങ്കിലുമൊക്കെ കൂടി ഇത് സഹകരിച്ചിട്ട് ഇതിനൊരു തീരുമാനം എത്തിയിട്ട് നമുക്ക് തുടർന്ന് അതാ ടെൻഷൻ അടിക്കാൻ വയ്യ. കാരണം നമുക്ക് സമാധാനം വേണ്ടേ ഇവനെയും കൊണ്ട്. അപ്പോൾ ഒരു തീരുമാനം എത്തിയിട്ട് അതാ നമ്മൾ അല്ല കൈക്കൂലി കൊടുത്തിട്ട് നമ്മൾ ഈ പമ്പ് തുറക്കുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും കൈക്കൂലിക്ക് വേണ്ടിയിട്ട് ഇതില്ല.